ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. ബിലാസ്പൂരിലെ ഹൈക്കോടതിയിൽ സഭാ നേതൃത്വമാണ് കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഹർജി നൽകുന്നത്. ഇന്നേക്ക് കന്യാസ്ത്രീകൾ ജയിലിലായിട്ട് 8 ദിവസമായി. എസ് ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ എത്തുകയാണല്ലോ. ചില തന്ത്രങ്ങൾ മിഷണറിമാർ കഴിഞ്ഞ ദിവസം തന്നെ പെൺകുട്ടിയെ സ്വാധീനിച്ചുകൊണ്ട് പയറ്റുന്നത് നമ്മൾ കണ്ടതാണ്. എന്തായാലും എല്ലാവിധ സഹകരണവും ഉറപ്പാക്കുമെന്നുള്ളത് കേന്ദ്ര സർക്കാരും വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നവർക്ക് ഇനി ഇതിന്മേൽ ഒരവസരമില്ല. ഹൈക്കോടതി നിലവിൽ ഈ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾക്കാകും സാധ്യത എന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്? രോഹിണി, ഗുഡ് മോർണിംഗ്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം. കാരണം ഈ സെഷൻസ് കോടതിയുടെ NIA കോടതിയിലേക്ക് ഈ കേസ് വിട്ട സെഷൻസ് കോടതിയുടെ ഒരു ഉത്തരവ് നിലവിലുണ്ട്. അത് സ്റ്റേ ചെയ്യിച്ച് പുതിയ ജാമ്യാപേക്ഷ സമർപ്പിക്കലാണോ നടക്കാൻ പോകുന്നത്? ഏത് രീതിയിലായിരിക്കും ഇവരുടെ നീക്കം എന്നുള്ളത്, ഈ മിഷണറിമാരുടെ നീക്കം എന്നുള്ളത് അല്പസമയത്തിനകം ഏറെക്കുറെ നമുക്ക് വ്യക്തമാവുകയും ചെയ്യും. ഇന്നെന്തായാലും ഹൈക്കോടതിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം NIA കോടതിയിലേക്ക് പോയാൽ കാലതാമസം ഉണ്ടാകും. അതവർക്ക് നിയമോപദേശം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോകുന്നതും. പഴയ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലിനെ, ഇവിടുത്തെ ഛത്തീസ്ഗഡിലെ അദ്ദേഹത്തെയാണ് ഈ കേസ് ചുമതലപ്പെടുത്തിയിരിക്കുന്നതും. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ കേസ് നിലവിൽ ഇന്ന് ഹൈക്കോടതിയുടെ മുമ്പാകെ എത്തിക്കാൻ പോകുന്നതും. ഇതിലെടുത്തു പറയേണ്ട ഒരു കാര്യം, കഴിഞ്ഞ ദിവസം ഇന്നലെ തന്നെ നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ കേസിൽ കന്യാസ്ത്രീമാർക്കെതിരായി ഈ മൊഴി നൽകിയ പെൺകുട്ടിയുടെ മൊഴി മാറ്റാൻ ശ്രമം നടക്കുന്നുണ്ട്, സ്വാധീനിക്കാൻ ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ളത്. ഇന്നലെ വൈകിട്ട് ആ പെൺകുട്ടി മൊഴി മാറ്റിയിട്ടുണ്ട്. പിന്നെ അത് സ്വാഭാവികമാണ്. കാരണം മനുഷ്യക്കടത്ത് 143-ാം വകുപ്പ് മനുഷ്യക്കടത്ത് ചുമത്തിയ കേസിൽ മൊഴി മാറ്റാതെ ഇവർക്ക് ജാമ്യം കിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിൽ രാഷ്ട്രീയമായ ഇടപെടലുകൾ നടന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ മിഷണറിമാരുടെ ഭാഗത്തു നിന്നും മൊഴി മാറ്റുന്നതിന് വേണ്ടിയുള്ള സമ്മർദ്ദവും ഉണ്ടായിട്ടുണ്ട്. ഈ മൊഴി മാറ്റി പറഞ്ഞാൽ മാത്രമേ ഇവർക്ക് ജാമ്യം കിട്ടി പുറത്തിറങ്ങാൻ കഴിയൂ. അല്ലാത്ത പക്ഷം അവർ തുടരേണ്ടി വരും ജയിലിനുള്ളിൽ. അതിനാൽ ഈ പെൺകുട്ടി മൊഴി മാറ്റിയത് അവരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണ്. അതിന് പിന്നിൽ രാഷ്ട്രീയമായും അതോടൊപ്പം അല്ലാത്തതുമായ ഒത്തുതീർപ്പ് ചർച്ചകളും സ്വാധീനവും ഒക്കെ തന്നെയുണ്ട് എന്നുള്ളത് അറിയാവുന്നതുമാണ്. നിലവിലിപ്പോൾ കിട്ടുന്ന വിവരമനുസരിച്ച് ഛത്തീസ്ഗഡ് സർക്കാർ ഇവരുടെ ജാമ്യാപേക്ഷയെ എതിർക്കില്ല എന്നാണ് പറയുന്നത്. പക്ഷേ അപ്പോഴും 143-ാം വകുപ്പ് പ്രകാരം സർക്കാർ എതിർത്തില്ല എങ്കിൽ കൂടി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കോടതി എന്ത് നിലപാട് സ്വീകരിക്കാൻ പോകുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഗൗരവമേറിയ വകുപ്പാണ്. ഇന്ന് ജാമ്യം കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും ഉള്ളത്. പക്ഷേ അതിനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇപ്പോഴും സംശയമാണ്. കാരണം മനുഷ്യക്കടത്താണ് ചുമത്തിയിട്ടുള്ളത്. 143-ാം വകുപ്പാണ്. ഹൈക്കോടതിയിലേക്കൊക്കെ ചെല്ലുമ്പോൾ ഒറ്റയടിക്ക് ജാമ്യം കിട്ടുക എന്ന് പറയുന്നത് അധികം കേട്ടുകേൾവിയില്ലാത്തതാണ്. അതിനാൽ ഇന്ന് ജാമ്യം കിട്ടാനുള്ള സാധ്യത ആകെ നോക്കുമ്പോൾ കാണുന്നില്ല. ഒരു പക്ഷേ നാളെയോ മറ്റന്നാളോ ഒക്കെയായി ഇത് നീണ്ടുപോകാനുള്ള സാധ്യത കൂടിയാണ് ഇപ്പോൾ കാണുന്നത്. എന്തായാലും 1-2 ദിവസം അതിനുള്ളിൽ ജാമ്യം കിട്ടും എന്ന് പറയുന്നു. സർക്കാർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടുണ്ട്. ഈ പെൺകുട്ടികളുടെ മൊഴിമാറ്റൽ തന്നെ സർക്കാർ സ്വാഭാവികമായും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഇവർക്ക് ജാമ്യം കിട്ടട്ടെ എന്ന് കരുതിയതിൻ്റെ ഭാഗമാണ് എന്ന് വേണം കരുതാൻ. ഇല്ലെങ്കിൽ ഈ കേസിൽ അവർക്ക് പുറത്തിറങ്ങാൻ കഴിയുമായിരുന്നില്ല. കോടതിയുടെ തീരുമാനം എന്താണ് എന്ന് ഏകദേശം ഉച്ചയോടെ അറിയാം. അതെ, ശ്രീകാന്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ പെൺകുട്ടിയുടെ മൊഴിയാണ് ഇവിടെ ഏറെ നിർണായകമാകുന്നത്. അതുകൊണ്ട് പെൺകുട്ടിയെ സ്വാധീനിക്കാൻ, പ്രത്യേകിച്ച് പെൺകുട്ടിയുടെ സ്വന്തം വസതിയായ സ്ഥലത്തൊക്കെ മിഷണറിമാരുടെ സ്വാധീനം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ ചർച്ച ചെയ്തതാണ്. അതുകൊണ്ട് പെൺകുട്ടിയുടെ മൊഴി ഒരുപക്ഷെ ഇവർക്ക് അനുകൂലമാകുമെങ്കിൽ പോലും ശ്രീകാന്ത് നേരത്തെ പറഞ്ഞതുപോലെ കോടതി ചില നിരീക്ഷണങ്ങൾ നടത്തിയല്ലേ മതിയാകുകയുള്ളൂ. കോടതിയുടെ നിരീക്ഷണങ്ങൾ കൂടി ഈ കേസിൽ ജാമ്യം ലഭിച്ചാലും ഇല്ലെങ്കിലും വളരെ നിർണായകമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയല്ലേ എത്തുക? രോഹിണി, ഇത് മനുഷ്യക്കടത്ത് കേസാണ്. 143-ാം വകുപ്പ് ചുമത്തിയതാണ്. സെഷൻസ് കോടതിയുടെ ഉത്തരവ് ഈ NIA കോടതിയിലേക്ക് ഈ കേസ് വിട്ടത് ഇവർക്ക് വലിയ തിരിച്ചടിയാണ്, ബുദ്ധിമുട്ടുമാണ്. അതിനാൽ തന്നെ ആദ്യം ആ ഉത്തരവ് സ്റ്റേ ചെയ്യേണ്ടി വരും. ഒന്നുകിൽ അതായിരിക്കണം ആദ്യം ശ്രമിക്കേണ്ടത്. അല്ലെങ്കിൽ ഡയറക്റ്റ് ഈ NIA കോടതിയിൽ പോകാതെ ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം എടുക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം നടത്തണം. എങ്ങനെയാണെങ്കിലും ഈ ചുമത്തിയിട്ടുള്ളത് 143-ാം വകുപ്പ് ആയതിനാൽ തന്നെ ഇന്ന് ഒറ്റയടിക്ക് ജാമ്യം കിട്ടാനുള്ള സാധ്യത
കാണുന്നില്ല. നമ്മുടെ നീതിന്യായ സംവിധാനത്തിൽ, നിയമവ്യവസ്ഥയിൽ അങ്ങനെ ഒരു സംവിധാനം നിലവിൽ കാണുന്നില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത. ഇനി വേറെ ഏതെങ്കിലും തരത്തിൽ ഒരു ഒത്തുതീർപ്പ് ചർച്ചകളുടെ ഭാഗമായി സർക്കാർ പൂർണ്ണമായും അയഞ്ഞു കൊടുത്താൽ പോലും ഈ വകുപ്പിൻ്റെ ഒരു ഗൗരവം അത് ചെറുതല്ല. കോടതി അത് എങ്ങനെ കാണുന്നു എന്നുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതുമാണ്. എന്തായാലും ഇന്ന് ജാമ്യം കിട്ടും എന്നുള്ള പ്രതീക്ഷയൊന്നും തന്നെ വെച്ച് പുലർത്തേണ്ടതില്ല എന്ന് തോന്നുന്നു. കാരണം ഹൈക്കോടതി അത് വിശദമായി പരിഗണിക്കേണ്ട ഒരു കേസാണ്. 143-ാം വകുപ്പാണ്. അത് പരിഗണിച്ച ശേഷമായിരിക്കും അവർ ജാമ്യം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനത്തിലേക്ക് എത്തുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി രോഹിണി പറഞ്ഞതുപോലെ ഇവരുടെ മൊഴിമാറ്റൽ എന്ന് പറയുന്നത് അത് നമ്മൾ പ്രതീക്ഷിച്ചതാണ്. കാരണം ഛത്തീസ്ഗഡ് സർക്കാർ തന്നെ ഇതിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു ഇളവ് ഇവർക്ക് നൽകാൻ, ജാമ്യം കിട്ടുന്നതിന് ഇളവ് നൽകാൻ തയ്യാറെടുത്തിരുന്നു. ഒപ്പം തന്നെ കേന്ദ്ര സർക്കാർ, അത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ ജാമ്യം കിട്ടുന്നതിന് വേണ്ടിയുള്ള സഹായങ്ങൾ നൽകും എന്ന് പറഞ്ഞിരുന്നു. ഒപ്പം തന്നെ BJP കേരള ഘടകവും ഇതുമായി ബന്ധപ്പെട്ട വലിയ നീക്കങ്ങൾ നടത്തിയിരുന്നു. സ്വാഭാവികമായും ഇവർക്ക് ജാമ്യം കിട്ടണമെങ്കിൽ അതിന് ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഇവർക്കെതിരായി മൊഴി നൽകിയിട്ടുള്ള ഈ പെൺകുട്ടികൾ മൊഴി മാറ്റുക എന്നുള്ളത്. സ്വാഭാവികമായി അത് നടക്കും എന്ന് നമുക്ക് ഉറപ്പായിരുന്നു. അതിനുവേണ്ടിയുള്ള പിന്നാമ്പുറ ചർച്ചകളൊക്കെ തന്നെ കഴിഞ്ഞ 2 ദിവസങ്ങളായി നടക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ടോടുകൂടി ഈ പെൺകുട്ടി മൊഴി മാറ്റിയിട്ടുണ്ട്. ആ മൊഴി മാറ്റാതെ ഇവർക്ക് ജാമ്യം കിട്ടില്ല എന്നുള്ളതായിരുന്നു വസ്തുത. നിയമപരമായ ആവശ്യത്തിന് വേണ്ടിയാണ് ആ നടപടി ഉണ്ടായിട്ടുള്ളത്. അതിൽ സ്വാധീനം, സമ്മർദ്ദം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. പക്ഷേ അത് എല്ലാവർക്കും അറിഞ്ഞുകൊണ്ട് ഒരു പക്ഷേ എല്ലാവരും തന്നെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ചെയ്തതാകാൻ തന്നെയാണ് സാധ്യത. ഇല്ലെങ്കിൽ അവർക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല. ശരി ശ്രീകാന്ത്, ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. ബിലാസ്പൂരിലെ ഹൈക്കോടതിയിൽ സഭാ നേതൃത്വമാണ് കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഹർജി നൽകുന്നത്. കന്യാസ്ത്രീകൾ ജയിലിലായിട്ട് ഇന്നേക്ക് 8 ദിവസമാകുന്നു. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.